ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് സ്വീറ്റ് ഡെസേർട്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിക്കോ. നമ്മുടെ ബേക്കിംഗ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ആകെ നമുക്ക് ഒരു 10 മിനിറ്റിന് ഉള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റാത്ത എത്ര നല്ല ടേസ്റ്റി ആയിട്ട് സ്വീറ്റ് ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിക്കോ. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങാം. എല്ലാവരും വായോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ആവശ്യമാണിത് ഒരു 1/2 കപ്പ് ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്. ഈ നോർമലായിട്ട് നമ്മുടെ ഉപ്മാവ് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ, സൂചി റവ ആയിട്ട്, അതാ റവ എടുത്തിട്ടുണ്ട് 1/2 കപ്പ്. പിന്നെ ഇനി നമ്മൾക്ക് ഒരു സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ 1/2 കപ്പും പഞ്ചസാര, എന്നിട്ട് 1/4 കപ്പ് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നമ്മുടെ സിറപ്പ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് വേഗം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓൺലി തൊട്ടവിടെ ഓൺലി ക്ലിക്ക് ആക്കുമ്പോൾ എല്ലാ വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര കൂടി ഇല്ല, ഒരു 5-6 തുല്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ഡ്രോപ്സ് ആയിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണായിട്ട് വെനില എസെൻസ്. അപ്പോൾ ഞാൻ ഈ ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ ഫുള്ളായിട്ട് വെനില എസെൻസിൽ വെനില എസെൻസ് ഫ്ലേവറിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ഇതൊക്കെ ചേർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് റോസ് സിറപ്പ് ശരിക്കും അവിടെ ഗുലാബ് ജാമുനിന് റോസ് സിറപ്പ് ഇതൊക്കെ തയ്യാറാക്കി എടുക്കുമല്ലേ, ആ ടെക്സ്ചറായിട്ട് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾക്ക് ഒരു സ്പൂണിൽ ബാക്കിൽ തൊട്ടി നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾക്ക് കയ്യിൽ ഒട്ടനെ ഒരു ഫീൽ വരുമ്പോൾ നമ്മൾ ഇനി ഗ്യാസ് ഓഫാക്കി വെക്കുക. ഇനി നമ്മൾക്ക് ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നമുക്ക് നേരത്തെ പറഞ്ഞല്ലേ നമുക്ക് റവ ആയിട്ട് വേണം മിക്സ്. അപ്പോൾ ഈ റവ നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 മിനിറ്റ് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അല്ലാണ്ട് ഇതിലേക്ക് ഗോൾഡൻ ബ്രൗണോ അങ്ങനെ ഇതൊന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2.5 കപ്പും പാൽ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചൂട് പാലോ, നിങ്ങൾ നേരത്തെ കാച്ചി വെച്ച പാലോ, പാക്കറ്റ് പാലോ, പശു പാല്, നോർമൽ നിങ്ങളുടെ എല്ലാ ഡെയിലി യൂസിന് നിങ്ങൾക്ക് ഏത് പാല് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ പാല് എടുത്താൽ മതിയാവും. അല്ലാണ്ട് നിർബന്ധം ഇതൊന്നുമില്ല. നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ആയിട്ട് പാലിങ്ങനെ വേണം ഇതൊന്നുമില്ല. ഏത് വീട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട് ആ പാലെടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണായിട്ട് വെനില എസൻസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ളായിട്ട് വെനില ഫ്ലേവർ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക അല്ലെങ്കിൽ റോസ് വാട്ടറോ കേവറ വാട്ടറോ അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുത്താൽ നിങ്ങളുടെ ചോയ്സാണ്. ഈ പർവ്വത്തിലാവുമ്പോൾ നമ്മൾക്ക് ഇതേപോലത്തെ ഇതിന് ജാസ്തിയായിട്ട് കൂടുതൽ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഞാനിപ്പോൾ വേറെ മോൾഡ് ഇതൊന്നും എടുത്തിട്ടില്ല. എളുപ്പത്തിൽ നമ്മുടെ എല്ലാ വീട്ടിലത്ത് അവൈലബിളാണ് നമ്മുടെ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റ്. പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓയിൽ ഗ്രീസാക്കി കൊടുക്കാം കേട്ടോ. ഇതിൽ പിന്നെ നെയ്യോ വെളിച്ചെണ്ണ ഇതൊന്നും എടുക്കണ്ട. പിന്നെ നോർമലായിട്ട് നമ്മൾക്ക് ഈ കേക്കിൽ ഇതൊക്കെ നമ്മൾക്ക് സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ എടുക്കില്ലേ, അതേപോലത്തെ ഓയിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇതേപോലത്തെ നമ്മൾക്ക് ഈ മിക്സറല്ലേ എല്ലാം നമുക്ക് റവ കുക്കാക്കി വെച്ചല്ലേ, ഇതെല്ലാം നന്നായിട്ട് നമ്മൾക്ക് ഈക്വലി ആയിട്ട് നമ്മൾക്ക് സ്പ്രെഡാക്കി എടുക്കണം. പിന്നെ ഞാൻ ഈ റവയിൽ ഒരു 6 ടേബിൾ സ്പൂണ് 5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒന്നാമത്തെ എത്ര മധുരം ഇഷ്ടമാണ് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണം കേട്ടോ. പിന്നെ ഇതേപോലത്തെ നമുക്ക് ഒരു 1/2 ഇഞ്ചിൻ്റെ നമ്മൾക്കൊന്ന് ഗ്യാപ്പ് വെക്കണം കേട്ടോ. പിന്നെ അടുത്ത പ്രോസസ്സ് നമുക്ക് ചെയ്യാനുണ്ട്, അത് കാരണം നമ്മൾക്ക് ഗ്യാപ്പ് വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ കുഞ്ഞു ഗ്ലാസും ബൗളും ഉണ്ടെങ്കിൽ ഇതിൽ ഇതേപോലത്തെ പകുതി നമ്മൾക്ക് നമ്മൾക്ക് ഈ റവൻ്റെ ബാറ്ററിൽ നമ്മൾക്ക് ഇതിലേക്ക് ഫില്ലാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നന്നായിട്ട് 1 മണിക്കൂർ നന്നായിട്ട് നമുക്ക് തണുപ്പാക്കി എടുക്കണം കേട്ടോ. ഇതിൽ പിന്നെ ചൂട് പ്രോസസ്സ് ആകുമ്പോൾ ഈ ചൂടാകുമ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം നമുക്ക് നന്നായി ചൂടാക്കി എടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പാക്കി എടുത്താൽ നല്ലത്, അല്ലാണ്ട് ഫാനിൽ താഴെ വെച്ചിട്ട് തണുപ്പാക്കി എടുത്താൽ കുഴപ്പമില്ല. ഇനി അപ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത പ്രോസസ്സിൻ്റെ നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണായിട്ട് വെനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് വിപ്പാക്കി എടുക്കണം കേട്ടോ ക്രീമിന്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾക്ക് നോർമലായിട്ട് നമ്മൾക്ക് കേക്കിൽ ഇതൊക്കെ നമ്മൾ ക്രീം തേച്ച് കൊടുക്കുന്നില്ലേ, ആ ക്രീമായിട്ട് വിപ്പിംഗ് ക്രീമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ നന്നായിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് മതി, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ബീറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് അതിൽ മെഷീനിലേക്ക് വിസ്ക് ഉണ്ടാവില്ലേ, അതെല്ലാം നമുക്ക് ബീറ്റാക്കി എടുക്കാം. അത് കുറച്ച് സമയം എടുക്കും, പക്ഷെ അതിൽ കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നന്നായിട്ട് നമ്മുടെ റവ ബാറ്റർ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലത്തെ മേല് ഇനി ക്രീം തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ ക്രീം തേക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കുറച്ച് ഇതേപോലത്തെ പ്ലേറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഗ്യാപ്പ് വെക്കാൻ പറ്റും നമ്മൾക്ക് അങ്ങനെയായിട്ട്. അല്ലെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ് ഇതൊന്നും എടുക്കണ്ട കേട്ടോ. ഇത്തിരി കുളിയായിട്ട് പ്ലേറ്റ് എടുത്താൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് ഇനി എല്ലാ ക്രീമും ഇതേപോലത്തെ നമുക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഈക്വലി ആയിട്ട് നമ്മൾ ഒന്ന് ക്രീം നന്നായിട്ട് നമുക്ക് പ്രേസാക്കി കൊടുത്ത ശേഷം ഇനി ഇതിൽ സൈഡ് കൂടെ ഞാൻ ഈ പിസ്താഷോ അല്ലേ അതിൽ ഇങ്ങനെ കുഞ്ഞു പൊടിയായിട്ട് ഇങ്ങനെ പൊടി ചോപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് റൗണ്ടിലായിട്ട് ഇങ്ങനെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഡെക്കറേഷൻ ആക്കാം. പിന്നെ ഒന്നാമത്തെ ഇതിൽ അണ്ടിപ്പരിപ്പ് ബദാം ഇതൊന്നും ചേർക്കുന്നില്ല. ഇതിലത്തെ കൂടുതൽ ഡെക്കറേഷൻ ഇങ്ങനെ മേലിൽ കൂടി ഇടാനുണ്ട് പറയുമ്പോൾ ഈ പിസ്താഷോ തന്നെ. ഇനി ഇതിലേക്ക് മേൽ കുറച്ച് റോസ് പെറ്റൽസാണ് ഇതിലേക്ക് റോസ് പൂവല്ലേ അതിൽ പെറ്റൽസ് ഇതിൻ്റെ മേലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ റോസ് പെറ്റൽ തന്നെ. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് നാടൻ റോസ് പൂണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ടാവും, നല്ല മണം വരും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് ഇനി ഇതിലേക്ക് ഒരു 3 മണിക്കൂർ മാക്സിമം നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഞാൻ ഡെക്കറേഷൻ ആക്കിയിട്ടുണ്ട്. ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഫ്രിഡ്ജിന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുഞ്ഞി ഗ്ലാസ് ഇതേപോലത്തെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇത് നോമ്പ് സമയത്തല്ലേ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് രാവിലെ ഈ പനി ചെയ്ത് വെച്ച ഫ്രിഡ്ജിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ബൗല് എല്ലാവരുടെ ഉമർത്തി ചെറിയ ബൗളിലോ അല്ലെങ്കിൽ കുഞ്ഞി ഗ്ലാസ്സിലാക്കി വെച്ച് കൊടുത്താൽ ഒരു സ്പൂണ് കൊടുത്താൽ പനി കഴിഞ്ഞു. പിന്നെ ആ നോമ്പ് സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ പിന്നെ നല്ല പനി ഉണ്ടാവില്ലേ, ആ തിരക്കിൽ പിന്നെ ഇങ്ങനെ പീസസ് വെട്ടി കൊടുക്കാൻ അങ്ങനെ ഇതൊന്നും ആവശ്യമില്ല. ഓരോ ബൗൾ കൊടുത്താൽ അവരവരെ എടുത്ത് കഴിക്കും. അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് രാവിലെ തന്നെ പിന്നെ രാവിലെ ഇത്ര തിരക്ക് ഉണ്ടാവില്ലല്ലേ, ചോറ് കൂട്ടാൻ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ സമയത്തേക്ക് എളുപ്പത്തിൽ ഈ കുഞ്ഞി ഗ്ലാസ്സസിൽ ഇതൊക്കെ നമുക്ക് ഈ പ്രോസസ്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ആക്കി വെച്ചാൽ അപ്പോൾ നല്ല കൂളിംഗ് ആയി വരും. പിന്നെ നല്ല എളുപ്പമാണ് നമുക്ക് ഇത് ആക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഈ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇഫ്താറി ടൈമിൽ ഇതുപോലത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇതേപോലത്തെ വലിയ പ്ലേറ്റിലാക്കി വെച്ചാൽ ഒരു ബേക്കിംഗ് ട്രേ ഇതൊക്കെ ഉണ്ടാവില്ലേ, അല്ലാണ്ട് പിന്നെ ഇതേപോലത്തെ നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് എല്ലാ വീട്ടിലേക്ക് അവൈലബിൾ തന്നെ. അങ്ങനെ വലിയ പ്ലേറ്റിലാക്കി കൊടുത്താൽ ഇതേപോലത്തെ നമുക്കൊന്നും ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ട് നമ്മൾക്ക് കട്ടാക്കി കൊടുക്കാം. അങ്ങനെ എങ്ങനെ വേണം നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നല്ല ലെയർ വന്നിട്ടുണ്ട്. താഴത്ത് നമുക്ക് ആ റവൻ്റെ നമുക്ക് നല്ല ലെയർ കാണുന്നുണ്ട്. മേൽ കൂടെ നമുക്ക് ക്രീം തേച്ച് ആ ലെയർ തന്നെ വളരെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് എന്ത് വയലിടുമ്പോൾ അഴിഞ്ഞ് പോകും അങ്ങനത്തെ റെസിപ്പി തന്നെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഷെയർ ആക്കിക്കോ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നോമ്പിൻ്റെ മുന്നേ നമ്മുടെ നോമ്പ് സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ എല്ലാവരുടെയും ഈ റെസിപ്പി എത്തിക്കണം. അപ്പോൾ എല്ലാവരും ഷെയർ ആക്കിക്കോ. അപ്പോൾ നമ്മുടെ ഇനി ഇതേപോലത്തെ പീസസ് കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് നേരത്തെ സിറപ്പ് ഉണ്ടാക്കി വെച്ചല്ലേ, ആ സിറപ്പ് കൂടെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോറാക്കി വെക്കുക. അപ്പോൾ ഇതിൽ മേൽ നമുക്ക് എത്ര നിങ്ങൾക്ക് വേണം അനുസരിച്ചിട്ട് നമ്മുടെ ഇതിൽ മേൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് എടുത്ത് കളിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ എത്ര പേരുടെ നാക്കിൽ വല്ല വരുന്നുണ്ട് അതൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. നല്ല അടിപൊളിയായിട്ട് സ്വീറ്റ് ഡെസേർട്ട് റെസിപ്പി തന്നെ. എന്തായാലും അറേബ്യൻ സ്വീറ്റ്സ് ഡെസേർട്ട് തന്നെ ലൈലി ലുബ്നാൻ റെസിപ്പി തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളി. ഇനി അടുത്ത വീഡിയോയ്ക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.